ഹായ്, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പം, പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ കഴിക്കാം. കൂടാതെ ഫംഗ്ഷൻസിനൊക്കെ ഒരു സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ദ ചാനൽ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് വൃത്തിയായി കഴുകി ചെറിയ പീസാക്കിയ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകൾ എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിക്കുക. ഇതെല്ലാം ചിക്കനിലോട്ടൊന്ന് പിടിക്കാനായി നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഈ സമയം ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്തു വെക്കാം. അതിനായി ചെറുതായി അരിഞ്ഞെടുത്ത ഒരു മീഡിയം സൈസ് സവോള, വറ്റൽമുളക് ചതച്ചത് 5 എണ്ണം, ഉപ്പ് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ എന്നിവ എടുത്തു വെക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് ഇത് നല്ല ഫ്രൈ ആയി കിട്ടും. ഓരോ 5 മിനിറ്റിലും ഇതൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് ചിക്കൻ പീസുകളൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളകൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം വഴറ്റുക. ഇപ്പോൾ സവോള നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം സ്റ്റൗ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ 5 മിനിറ്റായി. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ഫ്രൈ റെഡിയാണ്. ആ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സോ നമ്മുടെ ചിക്കൻ ചൊൽക്കെട്ട് ഇവിടെ റെഡിയായി. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.